Hi guys! ഇന്നത്തെ വീഡിയോ നമ്മൾ ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. വേറെയും കുറച്ച് ഹെർബ്സ് എടുക്കുന്നുണ്ട്. അത് നമുക്ക് വഴിയേ കാണാം എന്തെല്ലാമാണെന്നുള്ളത്. ആദ്യം നമുക്ക് ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് നന്നായിട്ട് അതിൻ്റെ മേലത്തെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ട് ഈ വിധത്തിൽ നമ്മൾ നന്നായിട്ട് എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ലിക്വറൈസ് ആണ്. ലിക്വറൈസ്, ആവാരംപൂ, അതുപോലെ തന്നെ നമ്മൾ പിന്നീടും ഇതിനകത്തേക്ക് വെള്ളത്തിനകത്ത് ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഹെർബ്സും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഓയിൽ ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും ലിക്വറൈസും ആവാരംപൂവും നമ്മൾ ചേർക്കുന്നത്. നമ്മുടെ ABC ലിക്വറൈസ് സോപ്പ് എന്നാണ് ഈ ഒരു സോപ്പിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഓയിലും കൂടി അതിനകത്ത് ആഡ് ചെയ്യും. നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ആട്ടിയ വെളിച്ചെണ്ണ കൊണ്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് അതങ്ങ് മീഡിയം ഫ്ലെയിമിലോട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ടോ ആക്കിയിട്ട് നന്നായിട്ട് അത് ഇൻഫ്യൂസ് ചെയ്തെടുക്കണം. നമ്മൾ അതിനകത്ത് ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കംപ്ലീറ്റും നമുക്ക് എക്സ്ട്രാക്റ്റ് ആ ഒരു ഓയിലിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ അങ്ങ് ഇൻഫ്യൂസ് ചെയ്തിട്ട് നമ്മളിതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതുപോലെ തന്നെ കുറച്ച് ഹെർബ്സൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഷംനു ഓർഗാനിയുടെ പ്രത്യേക തരം ഒരു കൂട്ടുണ്ട്. അത് ഈ ഒരു വെള്ളത്തിനകത്ത് നമ്മൾ ഇൻഫ്യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ലൈഫ് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഈ ഒരു സോപ്പ് മേക്കിങ്ങിന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ലൈഫ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോൾഡ് പ്രോസസ്സിങ് സോപ്പ് മേക്കിംഗ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ഗ്ലിസറിൻ ബേസ്ഡ് വെച്ചിട്ടുള്ള, അതായത് നമുക്ക് സോപ്പ് ബേസ് മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് ഒരുപാട് പേര് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു സോപ്പിനും കൊമേഴ്ഷ്യൽ സോപ്പിനും വലിയ ഡിഫറൻറ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഏകദേശം സെയിം അതിൻ്റെയോടെ, അതായത് കൊമേഴ്ഷ്യൽ സോപ്പിൻ്റെ അത്രയും തന്നെ ഇല്ലെങ്കിലും അതിനോട് ചേർന്നിട്ടുള്ള കുറച്ച് കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു സോപ്പ് ബേസും തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും അല്ലാതെ നമ്മളിവിടെ കോൾഡ് പ്രോസസ്സിംഗ് ആണ്. സോപ്പിൻ്റെ ശരിയായ മെത്തേഡിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ഒരു സോപ്പിൽ തന്നെ നമുക്ക് ഹീറ്റ് പ്രോസസ്സിങ്, കോൾഡ് പ്രോസസ്സിങ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഈ ഒരു കോൾഡ് പ്രോസസ്സിങ് കേട്ടോ. ഹീറ്റ് പ്രോസസ്സിങ്ങിനെക്കാളും കോൾഡ് പ്രോസസ്സിങ് സൂപ്പറാണ്. നമ്മളിത് ക്യൂർ ചെയ്യാനായിട്ട് 30, 35 അല്ലെങ്കിൽ 40 ദിവസം വെച്ചിട്ടാണ് ഇത് നിങ്ങളിലേക്ക് സെയിൽ ചെയ്യാൻ എത്തിക്കുന്നത് കേട്ടോ. സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൾഡ് പ്രോസസ്സിങ് മെത്തേഡിലാണ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഗ്ലിസറിൻ ബേസ്ഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ പരമായിട്ടുള്ള ബേസ്ഡോ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗോഡ് മിൽക്ക് സോപ്പിൻ്റെ ബേസ് വാങ്ങിയിട്ട് അതിനകത്ത് കുറേ എസെൻഷ്യൽ ഓയിൽസ് അതുപോലെ തന്നെ കുറേ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടല്ല തരുന്നത്. നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു കളറാണ് നമുക്കിതിനകത്ത് ലാസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിൽ നമ്മൾ ഇൻഫ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെർബ്സിൻ്റെ ആ ലൈഫ് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഹെർബ്സിൻ്റെ എക്സ്ട്രാക്റ്റ് നമ്മളതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതിനകത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടുന്ന ഒരു സോപ്പാണ് ഈ ഒരു ABC ലിക്വറൈസ് സോപ്പ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഷംനു ഓർഗാനിയുടെ ABC ലിക്വറൈസ് സോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ ഇൻഫ്യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്ന വാട്ടറിനകത്തും നമ്മൾ ഇൻഫ്യൂസ് ചെയ്തിട്ട് ഹെർബ്സും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ കണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ എക്സ്ട്രാ കളർ ആഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ടുള്ള പൗഡേഴ്സ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. എല്ലാം നമ്മൾ ഇൻഫ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ശരിയായ മെത്തേഡിലാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സോപ്പിൽ എല്ലാ ബെനിഫിറ്റും, നമ്മൾ ചേർക്കുന്ന എല്ലാ ബെനിഫിറ്റും, അതായത് എല്ലാ ഇൻഗ്രീഡിയൻസിനും ബെനിഫിറ്റും നമുക്ക് കിട്ടും. ഇപ്പോൾ പൗഡേഴ്സായിട്ട് ചേർക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു സോപ്പ് മേക്കിനകത്തേക്ക് നമുക്ക് ഒത്തിരി പൗഡേഴ്സ് ആഡ് ചെയ്യാൻ പറ്റില്ല. ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് അല്ലാതായി പോകും. നമുക്ക് വേണ്ട ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ശരിയായ ഒരു മെത്തേഡിൽ നമ്മൾ ശരിയായ ആ ഒരു കോൾഡ് പ്രോസസ്സിങ്ങിലാണ് ചെയ്തെടുക്കുന്നത്. ഫുൾ ഗ്ലിസറിനാണ് നമുക്ക് ഈ ഒരു സോപ്പിനകത്ത് ഉണ്ടാവുക കേട്ടോ. സാധാരണ നിങ്ങൾ ഗ്ലിസറിൻ ബേസ്ഡ് സോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഗ്ലിസറിൻ എടുത്ത് ആഡ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു സോപ്പിനകത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു സോപ്പ് തന്നെ അത് തന്നെത്താൻ അങ്ങ് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു ചുറ്റുപാടിൽ നിന്ന് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അബ്സോർബ് ചെയ്തെടുത്തോളൂ. ആ ഗ്ലിസറിൻ അങ്ങ് അതിനകത്തേക്ക് അങ്ങ് ആക്കിക്കോളും. കാരണം നമ്മളിത് 35 ദിവസം ക്യൂർ ചെയ്യാനായിട്ട് വെക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രോസസ്സിങ് അവിടെ നടന്ന് കഴിയും കേട്ടോ. അതല്ലാതെ നമുക്ക് എക്സ്ട്രാ അതിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നിങ്ങളൊരു ഗ്ലിസറിൻ ബേസ്ഡ് സോപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തോരം നിങ്ങൾക്ക് അതിനകത്ത് പൗഡർ ആഡ് ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞ അളവിലേ ചേർക്കാൻ പറ്റുള്ളൂ. ഒത്തിരി അങ്ങ് ആയിക്കഴിഞ്ഞാൽ അത് സോപ്പായിട്ട് മാറത്തില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു രീതിക്ക് ഇൻഫ്യൂസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും ഈ ഒരു സോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു ഷംനു ഓർഗാനിയുടെ ABC ലിക്വറൈസിൻ്റെ സോപ്പിൻ്റെ പ്രത്യേകത. ഇപ്പം നിങ്ങളൊരു കാര്യം ചിന്തിക്കുന്നുണ്ടാവും, ഈ ഒരു ലൈഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള കെമിക്കലല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സോപ്പ് കെമിക്കലല്ല, നല്ല കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പാണെന്ന് ഇത്ര കോൺഫിഡൻറ്റോടുകൂടി വാദിക്കുന്നതെന്നുള്ളത് അല്ലേ? ഞാൻ പറയാം കേട്ടോ. നമ്മുടെ ഈ ഒരു ലൈ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ലോകത്ത് ആർക്കും തന്നെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. സോപ്പിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്ന ഒരു ലൈ ആണ്. ഈ ഒരു
ലൈ ഉണ്ടെങ്കിൽ അത് സോപ്പായിട്ട് വരത്തുള്ളൂ, ആ ഒരു ഹാർഡ്നെസ് ആയിട്ട് നമുക്ക് സോപ്പ് കിട്ടത്തുള്ളൂ. അതല്ലാതെ വേറൊരു 1-2 മെത്തേഡ് ഉണ്ട്. പൗഡേഴ്സും അതുപോലെ നമ്മുടെ മുൾട്ടാണി മിട്ടി പോലത്തെ കളിമണ്ണ് രീതിക്കുള്ള കാര്യങ്ങളൊക്കെ കുഴച്ചുണ്ടാക്കിയിട്ട് വേറൊരു മെത്തേഡിൽ സോപ്പ് ഉണ്ടാക്കുന്ന മെത്തേഡ് ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് സോപ്പിൻ്റെ അതിനകത്ത് പെടാൻ പറ്റത്തില്ല. അത് അത്ര അങ്ങോട്ട് ഒരു നല്ല രീതിക്കായിട്ട് നമുക്ക് കിട്ടത്തില്ല. എങ്കിലും നമുക്ക് ഭൂരിഭാഗം നമ്മൾ സോപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ലൈ ഇല്ലാതെ ഒരൊറ്റ കുഞ്ഞിന് പോലും സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ലൈ ആണ് ഈ ഒരു സോപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സോപ്പ് 35 ദിവസം അല്ലെങ്കിൽ 40 ദിവസം നമ്മളിത് ക്യൂർ ചെയ്യാനായിട്ട് വെക്കും. ഈ ഒരു സോപ്പ് ക്യൂർ ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് ഈ ഒരു ലൈ ഏത് വഴി കൂടെ പോയി നമുക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ പിന്നെ മഷി ഇട്ട് നോക്കിയാലും ഈ ഒരു ലൈൻ്റെ നിങ്ങൾക്ക് ഒരു അംശം പോലും അതിനകത്ത് സോപ്പിനകത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. ആ അമ്മാതിരി രീതിക്കാണ് അത് കംപ്ലീറ്റ് ആയിട്ടും അബ്സോർബ് ആയി പോവുക. അതുകൊണ്ട് ആരും തന്നെ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ഞാൻ പറയുന്നത്. എൻ്റെ ഈ ഒരു സോപ്പ് നല്ല ശരിയായ മെത്തേഡിൽ നല്ല രീതിക്ക് കോൾഡ് പ്രോസസ്സിങ് മെത്തേഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമില്ലവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.